ആകൂ. അടുത്ത രണ്ടാമത്തെ തയ്യൽ, അടുത്ത മൂന്നാമത്തെ തയ്യൽ, നാലാമത്തെ തയ്യൽ. ഇനി കെട്ടെന്ന് പറയും. ലോക്ക് ചെയ്യാൻ വേണ്ടി പഴയ മെഷീനിലെ പ്രസ് ബുക്ക് ഇങ്ങനെ ആകണം. ഇല്ലാകുമ്പോൾ നമ്മൾ എവിടെ കെട്ടണോ ഇതിൻ്റെ പ്രസ് ചെയ്താൽ ലോക്കായി, അതായത് കെട്ടായി. പിന്നെ ഇത് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കട്ടറുണ്ട്, നൂല് കട്ട് ചെയ്യുക, റെഡ് കട്ടർ. ഇനി ഇതിൻ്റെ സിക്സാഗിൻ്റെ 3 വേർഷനാണ്. ചെറിയ സിക്സാഗ്, അടുത്ത മീഡിയം സിക്സാഗ്, ഇനി കുറച്ചുകൂടെ ഹൈറ്റ് ആയിട്ടുള്ള വീതി കൂടിയ സിക്സാഗ്. ഇനി 3 ഡിസൈൻ. ഫസ്റ്റ് ഡിസൈൻ, സെക്കൻഡ് ഡിസൈൻ, തേർഡ് ഡിസൈൻ. ഇതെല്ലാത്തിനും സൂചി താഴെയാണെങ്കിൽ മാറ്റരുത്, അതിനാണ് പൊക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ബട്ടൺ ഹോൾ വയ്ക്കാം. ബട്ടൺ ഹോൾ വയ്ക്കുന്നതിന് ഇത് 3 ആണ് ചെയ്യുന്നത്. ഇതാദ്യം 1 വയ്ക്കണം, പിന്നെ 2 വയ്ക്കണം, പിന്നെ 3 വയ്ക്കണം, പിന്നെ 4 വയ്ക്കണം. 2ഉം 4ഉം സെയിമാണ്. ഫസ്റ്റ് 1 വെച്ച് എത്ര നിങ്ങൾ വേണം അടിക്കുക, സൂചി താഴെ പൊക്കുക. അത് 2 വെച്ച് ഒരു 4-5 തയ്യൽ. അടുത്ത പൊക്കി 3 വെച്ചു, സ്റ്റാർട്ട് ചെയ്ത സ്ഥലം സ്റ്റോപ്പ് ചെയ്യുക. തിരിച്ച് 4 വെച്ചു, ബട്ടൺ ഹോളായി എടുക്കുക, ഹോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ബട്ടൺ ഹോൾ. നിങ്ങൾ സാരി കീറി കഴിഞ്ഞാൽ എങ്ങനെ തയ്ക്കാം? കീറിയ സാരി ഡോണിങ് എന്നാണ് എന്നെ പറയുന്നത്. കീറി തയ്ക്കുന്നത് ഡോണിങ് ചെയ്യുമ്പം ഈ ഡിസൈനാണ് ഉപയോഗിക്കുന്നത്. ഈ സിക്സാഗിന് 1-ന് 3 ഡിസൈൻ കഴിഞ്ഞ് സിക്സാഗ് കഴിഞ്ഞാൽ 4ാമത്തെ ഡിസൈൻ. സെയിം കളർ നൂലിട്ട് തയ്ക്കണം. അപ്പോൾ അറിയില്ല, കീറി അറിയില്ല. ഈ പ്രസം ഫുട്ട് മാറ്റണം. എങ്ങനെ പിടിക്കണം? സൂചി ഇതുപോലെ മോൾഡായിരിക്കണം. ഇങ്ങനെ പിടിച്ച് നമ്മുടെ സൈഡിലേക്ക് വലിക്കുക. അടുത്ത ഇത് സാരി ഷോളിൻ്റെ സൈഡ് അടിക്കാൻ പിടിക്കുന്ന ചുരുണ്ടിരിപ്പുണ്ട്. അതെടുത്ത് ഈ പിന്ന് അതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി ബാക്കിലോട്ട് വയ്ക്കണം. മുകളിലത് നൂല് ഈ ഗ്യാപ്പ് കൂടെ എങ്ങനെയാണ് ഫ്രണ്ടിൽ. ഇതിൽ നമ്മൾ അങ്ങനെ ഇട്ട ഈ ഫ്രണ്ടിൽ കൂടെ ഇട്ടത്. ഇതിൽ ഫ്രണ്ടിൽ കൂടെ അല്ല ഇടേണ്ട, സൈഡിൽ കൂടെ. സിക്സാഗിൽ സെക്കൻഡ് പൊസിഷൻ വയ്ക്കണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സെക്കൻഡിൽ വയ്ക്കണം. തുണിയെടുത്ത് ബാക്കും ഫ്രണ്ടും പിടിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് ഇവിടെ നോക്കി